So the next chapter is I am not to be called a Panan by കുഞ്ഞാമൻ. കുഞ്ഞാമൻ എന്ന് പറയുന്ന വ്യക്തി പാലക്കാട് ജില്ലയിലെ വാടാനം കുറിശി എന്നുള്ള പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളായിരുന്നു. വളരെ പ്രൊലിഫിക് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ വ്യക്തി ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് അല്ലെങ്കിൽ കാസ്റ്റിന് പാണൻ എന്നുള്ള, അതായത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട പാണൻ എന്നുള്ള മുദ്ര കുത്തപ്പെട്ട ചില ആളുകൾ, അതായത് പാണൻ പാണൻ എന്ന് വിളിച്ചുകൊണ്ട് ഇൻസൾട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അവരെ ഒരു ലോ കാസ്റ്റ് ആയിട്ട് കാണുകയും ചെയ്ത അവസ്ഥാവിശേഷങ്ങൾ, അവരെ കളിയാക്കലുകൾ, ഇതിനൊക്കെ എങ്ങനെ അവർ നേരിട്ടു, അല്ലെങ്കിൽ അവർക്ക് നേരിട്ട ചില കളിയാക്കലുകൾ, ഓക്കെ, അതിലുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. 2-3 എക്സ്പീരിയൻസുകളാണ് അവരിവിടെ പ്രതിപാദിക്കുന്നത്. ഇത് അവരുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ഡിസെൻറ്റ് എന്നുള്ള ഇതിൽ നിന്നും എടുത്തിട്ടുള്ള ചില ഭാഗങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ അയ്യപ്പൻ അതുപോലെ തന്നെ ചെറോണ ദമ്പതികളുടെ മകനായിട്ട് പാണൻ ജനിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ വാടാനം കുറിശിയിൽ. സോ ഈ കുഞ്ഞാമൻ എന്ന് പറയുന്നത് ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു. നല്ല നൈപുണ്യമുള്ള ആളായിരുന്നു. പക്ഷേ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള, നമുക്കറിയാം കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഹൈറാർക്കി ഇവിടെ നിലവിലുണ്ടായിരുന്നു. അതായത് അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ് എന്നുള്ള അൺടച്ചബിൾസ്, തൊട്ടുകൂടാൻ പറ്റുക, അങ്ങനെയുള്ള ഇതൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ എക്സ്റ്റിൻറ്റ് ആയിപ്പോയി. സോ നിരവധി മൂവ്മെൻറ്റ്സിലൂടെ, ഓക്കെ, അപ്പം ദളിത് ലിറ്ററേച്ചർ, അങ്ങനെയുള്ള വോയിസ് ഫോർ ദ വോയിസ്ലെസ് പീപ്പിൾ, ഇത്തരത്തിലുള്ള ആളുകളുടെ റൈറ്റിങ്സ് ഇതിനൊക്കെ പ്രചോദനമായിട്ടുണ്ട്. ഇതൊക്കെ അനിഹിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊക്കെ നിരോധിക്കാൻ. സോ കുഞ്ഞാമൻ ഇതിൽ പറയുന്നത് അവർ നേരിട്ട ചില ഓപ്പറേഷൻസ്, സ്കൂളുകളിലും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നേരിട്ട ചില ഓപ്പറേഷൻസ്. സോ സ്കൂളിൽ നേരിട്ട ചില ഭാഗങ്ങളാണ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആണ് ഇതിൽ കുഞ്ഞാമൻ എന്ന് പറയുന്ന വ്യക്തി പ്രതിപാദിക്കുന്നത്. അവരുടെ എക്സ്ട്രീം പോവർട്ടിയെക്കുറിച്ചും അതുപോലെ തന്നെ റെസീലിയൻസിനെ കുറിച്ചും. അവർ സ്കൂളിൽ പോയിരുന്നത് ശരിക്കും ഭക്ഷണം കിട്ടാനായിരുന്നു. അതായത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വരെ അവർക്ക് വകയില്ലായിരുന്നു. അവരുടെ ഫാമിലി എന്ന് പറഞ്ഞത് അംബ്രലാസ് ഉണ്ടാക്കി മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു ജോലി മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഹയർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് സേവനം ചെയ്യുക, അല്ലെങ്കിൽ അവർ പറയുന്ന പ്രവൃത്തികൾ ചെയ്യുക, മീനിയൽ ജോബ്സ് ചെയ്യുക എന്നിവ മാത്രമായിരുന്നു. പക്ഷേ അവർ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നു. അവരുടെ പാരൻസ് ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, കാറ്റിൽ റിയറേഴ്സ് ആയിരുന്നു, അതായത് പശുക്കളെയും അതുപോലെ തന്നെ കന്നുകാലികളെയൊക്കെ വളർത്തുന്ന ജോബായിരുന്നു. ഒരു ചെറിയ കുടിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരു മണ്ണെണ്ണ വിളക്ക്, ഒരു സിംഗിൾ കെറോസിൻ ലാമ്പ് മാത്രമായിരുന്നു അവർക്ക് വീട്ടിൽ വെളിച്ചമായിട്ടുണ്ടായിരുന്നത്. സോ അവർ ഭക്ഷണം കണ്ടെത്തിയിരുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം അവർക്ക് കിട്ടിയിരുന്ന രീതി എന്ന് പറഞ്ഞത് ലാൻഡ് ലോഡ്സിൻ്റെ വീട്ടിലേക്ക് അവർ പോവുകയും, ലാൻഡ് ലോഡ്സിൻ്റെ വീട്ടിലേക്ക് കുഞ്ഞാമൻ എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ്, അവർ അവിടെ പോവുകയും പിന്നെ അവർക്ക് ശരിക്കും ലെഫ്റ്റ് ഓവർ ഫുഡ്, അതും മാന്യമായിട്ടുള്ള രീതിയിലായിരുന്നില്ല കിട്ടിയിരുന്നത്. അതും ചെയ്തിരുന്നു, ഒരു കുഴി കുഴിച്ചുകൊണ്ട്, ഓക്കെ, കുഴി കുഴിച്ചുകൊണ്ട് ആ ഒരു ഹോളിൽ, ഓക്കെ, ആ ഒരു ഹോളിൽ ചെയ്യും, അതിൽ ചില ലീഫിൽ ആക്കി കൊടുക്കലായിരുന്നു. അല്ലെങ്കിൽ അവർ വേസ്റ്റ് ആയിട്ട് കിട്ടുന്ന മെറ്റീരിയൽസ് ആയിരുന്നു അവർ ചെയ്തിരുന്നത്, ആ ഒരു ഹോളിൽ നിന്ന് ഭക്ഷിച്ചിരുന്നത്. പലപ്പോഴും കുഞ്ഞാമനും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് കുഞ്ഞാമൻ എന്ന് പറയുന്ന വ്യക്തിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്തായിരിക്കും ലാൻഡ് ലോഡ്സ് ചെയ്യുക, ഇവർ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആ ഒരു സമയത്തായിരിക്കും തൻ്റെ വീട്ടിലെ ഈ ഡോഗ്സിനൊക്കെ, വളർത്തു മൃഗത്തെ ചെയ്യുക, അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വിടുക. സോ അവർക്കൊരു വേദനയും ഉണ്ടാവില്ല. ചെയ്യും, അവർ ഈ ലാൻഡ് ലോഡ്സിന് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ ഉണ്ടാവില്ല, ലോ കൺസേൺ ഉണ്ടാവില്ല. ഒരു മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ഡോഗ്സ് കടിക്കുകയാണെങ്കിൽ കടിക്കട്ടെ എന്നുള്ള ആ ഒരു ചിന്താഗതിയിലായിരിക്കും. സോ അതിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്യണം, ഓക്കെയാണ് ഈ ഒരു ഇതിൽ. അതായത് ഡോഗും അതുപോലെ തന്നെ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളും ഒരേ സമയം ഭക്ഷിക്കും. പലപ്പോഴും അവർ രണ്ടുപേരും സ്ട്രഗിൾ ചെയ്യുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഡോഗിനൊരു ശത്രുവായിട്ട് അവർ കണ്ടിരുന്നില്ല. ഒരേ ബോട്ടിൽ പോകുന്ന സഞ്ചാരികളെ പോലെയാണ്, അല്ലെങ്കിൽ സർവൈവലിന് വേണ്ടിയിട്ട്, ഫുഡിന് വേണ്ടിയിട്ട് ഭിക്ഷയാചിക്കുന്ന രണ്ട് ക്രീച്ചേഴ്സായിട്ടാണ് അവർ പരസ്പരം കണ്ടിരുന്നത്. സോ ഒരേ ബോട്ടിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികളായിട്ട് അവർ കാണുന്നു എന്നുള്ളത് വളരെ നിരാശകരമായിട്ടുള്ള ഒരു കാഴ്ചകൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് നമ്മുടെ കുഞ്ഞാമൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. സോ ദേ ഹോൾ എ ഡഗ്, ഓക്കെ, അവർ കുഴി കുഴിച്ചുകൊണ്ട് അവരെ ചെയ്യും, ഈ ലെഫ്റ്റ് ഓവർ ഫുഡ് കഴിക്കുകയാണ് പതിവ് എന്ന് പറയുന്നത്. പിന്നെ അവർ സ്കൂളിലെ ചില അനുഭവങ്ങൾ പറയുന്നു. ലക്ഷ്മി ഏട്ടത്തി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥയുണ്ടായിരുന്നു. ഈ ലക്ഷ്മി ഏട്ടത്തി
ഓക്കെ, ലക്ഷ്മി ഏട്ടത്തി ഇവർക്ക് ഉപ്പുമ കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നു. അതായത് ലക്ഷ്മി ഏട്ടത്തിയുടെ ജോലി, ഓക്കെ, പിയൂണ്, ആ ഒരു ജോലി പോവും. ഓക്കെ, ജോലി അതായത് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് മാത്രം കൊടുക്കുന്ന ഈ ഒരു ഉപ്പുമാവ് ലക്ഷ്മി ഏട്ടത്തി ഹൈസ്കൂളിലെ കുട്ടികൾക്ക് കൊടുത്താൽ, ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഭക്ഷണമോ അപ്പം ഈ എന്തെങ്കിലും പ്രശ്നമാവും എന്നുള്ള തരത്തിൽ അവർക്ക് പേടിയുണ്ടായിരുന്നു ലക്ഷ്മി ഏട്ടത്തി. പക്ഷേ ലക്ഷ്മി ഏട്ടത്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു മകനെ പോലെയായിരുന്നു. കുഞ്ഞാമനെ ഒരു മകനെ പോലെ ട്രീറ്റ് ചെയ്തു എന്നുള്ളത്. സോ ആ ഒരു റിസ്ക് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഫുഡിന് വേണ്ടിയിട്ടായിരുന്നു ഇതിൽ സ്കൂളിലേക്ക് പോയിരുന്നത് എന്ന് പറയുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലായിരുന്നു. സോ ഒരിക്കൽ വേണുമാഷല്ല, അതിൻ്റെ മുന്നേ ഒരു സ്റ്റോറി വരുന്നുണ്ട്. മൂന്നാം ക്ലാസ്സിലെ ടീച്ചർ, ഓക്കെ, മൂന്നാം ക്ലാസ്സിലെ ടീച്ചർ, മാത്സ് ടീച്ചർ അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. മാത്സ് ടീച്ചർ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരം കിട്ടിയില്ല. കുഞ്ഞാമന് ഉത്തരം കിട്ടിയില്ല. അങ്ങനെ ഉത്തരം കിട്ടാതായപ്പോൾ നിൻ്റെ സ്ലേറ്റ് എവിടെയാണ്, നിൻ്റെ പിന്നെ ബുക്സ് എവിടെയാണ്, ടെക്സ്റ്റ് ബുക്ക് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചപ്പം ഒന്നും ഉത്തരമില്ല. ഓക്കെ, കുഞ്ഞാമന് ഉത്തരമില്ല. നീ എന്തിനാണോ, ഫുഡ് കഴിക്കാനാണോ ഇങ്ങോട്ട് വരുന്നത്, നീ കഞ്ഞി കുടിക്കാനാണോ ഇങ്ങോട്ട് വരുന്നത്, കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നതെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുകയാണ് കുഞ്ഞാമൻ. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു റിയലൈസേഷൻ വരികയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് ജോലി കിട്ടണം എന്നുള്ള തരത്തിലേക്ക് കുഞ്ഞാമന് മാറുകയാണ്. സോ അദ്ദേഹത്തോട് ഒരിക്കൽ സഹതാപം തോന്നിക്കൊണ്ട് ഈ സാറ് തന്നെ, അതായത് ഈ പഠിച്ച ഈ സ്ലാപ്പ് ചെയ്ത അല്ലെങ്കിൽ കുഞ്ഞാമനോട് ഈ ചോദ്യം ചോദിച്ചപ്പം, നീ ഫുഡിനാണോ ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിച്ചപ്പം, പാണ നീ ഫുഡിനാണോ വരുന്നത് എന്ന് വളരെ ഡെറിഗറേറ്ററി ആയിട്ട്, വളരെ അബ്യൂസീവായിട്ട് ചോദിച്ചപ്പം, എന്നെ ഒരിക്കലും പാണെന്ന് വിളിക്കരുത്, അല്ലെങ്കിൽ കളിയാക്കി വിളിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഹി ലാൻഡഡ് ഹിസ് ഹാൻഡ്സ് ഓൺ ദ ഫേസ് ഓഫ് പാണൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആ ഒരു ടീച്ചർ എന്ത് ചെയ്തിരുന്നു, അദ്ദേഹത്തെ മുഖത്തടിച്ചിരുന്നു. പിന്നീട് സഹതാപം തോന്നിക്കൊണ്ട് ആ ടീച്ചർ തന്നെ നീ കഞ്ഞി കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പം ഇദ്ദേഹം ഈ നമ്മുടെ കുഞ്ഞാമൻ പറയുന്നത് തന്നെ പാണെന്ന് മുദ്ര കുത്തിയ ആ ടീച്ചർ തന്നെ എന്ത് ചെയ്തു, ഈ ഒരു സഹതാപം തോന്നിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചു. പക്ഷേ കുഞ്ഞാമൻ പറയുന്നത് താനൊരിക്കലും എഡ്യൂക്കേഷന് വേണ്ടി ആയിരുന്നില്ല സ്കൂളിലേക്ക് വന്നിരുന്നത്, എപ്പോഴും ഫുഡിന് വേണ്ടിയിട്ടായിരുന്നു. ആ ടീച്ചർ പറഞ്ഞത് ശരിയാണ്, എനിക്ക് എന്തെങ്കിലും പഠിച്ചിട്ട് ജോലി വാങ്ങണം, എങ്കിലേ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ, എന്ത് വന്നാലും പഠിച്ചിട്ട് ഒരു ജോലി വാങ്ങണം എന്നുള്ള രീതിയിൽ അവർ എഡ്യൂക്കേഷണലായിട്ട് ചിന്തിച്ച് തുടങ്ങുകയാണ്. സോ നെക്സ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത്, നെക്സ്റ്റ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, തൻ്റെ സ്കൂളിലേക്ക് പുതുതായിട്ട് വന്ന ഒരു ടീച്ചർ, ആ ടീച്ചറുടെ മകന്, ഓക്കെ, ആ ഒരു ടീച്ചറുടെ മകന് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഒരിക്കൽ അങ്ങോട്ട് വിരുന്നിന് പോവാണ് ഈ നമ്മുടെ കുഞ്ഞാമൻ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, കുഞ്ഞാമൻ എന്ന് പറയുന്ന വ്യക്തി വിരുന്നിന് പോവാണ്. അങ്ങനെ വിരുന്നിന് പോവാൻ മീൻസ്, ഓക്കെ, ഉച്ചക്കത്തെ ഡിന്നറിന് പോവാണ്. ആ ഒരു ഡിന്നറിൻ്റെ ടൈമിൽ കുറച്ച് ബാക്കി വന്ന ഫുഡുകൾ അവരുടെ ഭാര്യ, ആ ടീച്ചറിൻ്റെ ഭാര്യ കൊടുക്കുകയാണ്. ഈ ടീച്ചറിൻ്റെ ഭാര്യ കൊടുത്തപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് അബ്യൂസുകൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു, ഒരുപാട് അടികൾ ഏൽക്കേണ്ടി വന്നു എന്ന് പറയുന്നു, ഒരുപാട് ചീത്ത വാക്കുകൾ അവരുടെ വായിൽ നിന്നും കേൾക്കേണ്ടി വന്നു എന്ന് പറയുന്നു. സോ ഇതൊക്കെയാണ് കുഞ്ഞാമൻ എന്ന് പറയുന്ന വ്യക്തി, ഓക്കെ, വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള കുഞ്ഞാമൻ എന്ന് പറയുന്ന വ്യക്തി നേരിടേണ്ടി വന്നിട്ടുള്ള ചില അനുഭവങ്ങളെന്ന്. പിന്നെ അദ്ദേഹത്തിന് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കിയ ഒരു ലാൻഡ് ലോഡായിരുന്നു. ഓക്കെ, നേരത്തെ അദ്ദേഹത്തിന് അബ്യൂസീവായിട്ടുള്ള വേർഡ്സ് ലാൻഡ് ലോഡ്സിൽ നിന്നും അതുപോലെ തന്നെ ടീച്ചേഴ്സിൽ നിന്നൊക്കെ നേരിടേണ്ടി വന്നു. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് വന്ന ഒരു ടീച്ചറായിരുന്നു വേണുമാഷ് എന്ന് പറയുന്നത്. വേണുമാഷ് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന് ചില സ്കോളർഷിപ്പുകൾ വാങ്ങിക്കൊടുക്കുകയും ഗവൺമെൻറ്റിൽ നിന്ന് അർഹിക്കുന്ന സ്കോളർഷിപ്പുകളൊക്കെ വാങ്ങിക്കൊടുക്കുകയും ഈ സ്കോളർഷിപ്പുകളൊക്കെ അദ്ദേഹം തന്നെ, വേണുമാഷ് തന്നെ പോക്കറ്റിൽ ഇടുകയും, അതായത് പോക്കറ്റിൽ ഇടുക മീൻസ് അദ്ദേഹം എന്ത് ചെയ്യല്ല, റോബറി ചെയ്യല്ല, കവർച്ച ചെയ്യുകയല്ല, ശരിക്കും മോഷ്ടിക്കുകയല്ല, ഇത് തൻ്റെ പോക്കറ്റിൽ നിന്നോട്ടെ, അവന് കോളേജ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ തുടർ പഠനത്തിനും സഹായകരമാവുന്ന രീതിയിൽ ഞാൻ ചെലവഴിച്ചോളാം എന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പറഞ്ഞു. അച്ഛന് കൊടുത്താൽ ചിലപ്പം അതിൻ്റെ മീൻസ്, അതായത് ചിലപ്പോൾ എഡ്യൂക്കേഷന് ഉപയോഗിച്ചോളണമെന്നില്ല. ഓക്കെ, എഡ്യൂക്കേഷന് ചെയ്താൽ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളൊരു ആദ്യം ഉണ്ടാവും. സോ അദ്ദേഹം പറയാണ്, വേണുമാഷ് അദ്ദേഹത്തിൻ്റെ ഒരു നന്മ ആഗ്രഹിച്ചുകൊണ്ട്, അതായത് നമ്മുടെ കുഞ്ഞാമൻ്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട്
എന്ത് ചെയ്യാണ്, അദ്ദേഹം തന്നെ സേവ് ചെയ്ത് വെക്കുകയാണ്. സോ വേണുമാഷോട് അദ്ദേഹത്തിന് നല്ലൊരു, അതായത് തനിക്ക് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ നിലവിൽ വന്നപ്പം ഈ വേണുമാഷ് അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്, കുഞ്ഞാമൻ എന്ന് പറയുന്ന വ്യക്തിയെ സഹായിക്കുന്നുണ്ട്. സോ ഈ ഇത്തരത്തിലുള്ള സ്ട്രഗിളിലേക്ക് അദ്ദേഹം എത്തിയത് ഈ സ്ലോഗിലേക്ക് ഡോങ്കി എന്നൊക്കെ പറയുന്നത്, കുഞ്ഞാമൻ പറയുന്നു, എനിക്ക് ഒരുപാട് യാതനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് പിന്നീട് നല്ലൊരു പൊസിഷനിലേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ റെസീലിയൻസ്, അതുപോലെ തന്നെ കറേജ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി, അതായത് പ്രതികൂല സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ്, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി അദ്ദേഹം മുന്നോട്ട് പോയി എന്ന് നമ്മുടെ കുഞ്ഞാമന് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നു.